ഹലോ ഗൈസ്, ഫിറ്റ്വേ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, നല്ല മനോഹരമായിട്ടുള്ളൊരു ഈവനിങ്ങിലാണ് നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന കേട്ടോ. ആകാശമൊക്കെ ഇങ്ങനെ ചുവന്ന കളറായിട്ട് വരികയാണ്. 6 മണിൻ്റെ ഷിഫ്റ്റാണ്, അതിന് ഇറങ്ങിയാണ് കേട്ടോ. അപ്പം നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. സാധാരണ ഈ സമയങ്ങളിൽ ഇത്ര ഡാർക്ക് ആവാറില്ല, പക്ഷെ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈവനിങ് ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 6 മണി, ഇപ്പോൾ 6 മണിയായി. ഈ 6 മണി സമയങ്ങളിലൊന്നും ഇത്ര ഇരുട് കയറി വരാറുണ്ടായിരുന്നില്ല. ഇപ്പം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെ സംബന്ധിച്ചിട്ടായിരിക്കും ഈ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കേട്ടോ. തണുപ്പിലേക്ക് കയറി വരികയല്ലേ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ചേഞ്ച് ആവാനാണ് സാധ്യത. നമ്മൾ ഫസ്റ്റ് ട്രിപ്പായിട്ട് ദുബായ് ഹിൽസിൽ മാപ്പിൾ ടൂല് വന്നതായിരുന്നു കേട്ടോ. പാസഞ്ചർ ഇറക്കി തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോകുന്ന വഴിയാണ്. മാപ്പിൾ ടൂലുള്ള ഒരു വില്ലൊക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ഈ ദുബായ് ഹിൽസിൽ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റികളിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് മാപ്പിൾ. ഗൈസ്, അടുത്ത ട്രിപ്പ് നമ്മൾ നേരെ DIFCയിലേക്കാണ് കേട്ടോ പോകുന്നത്. DIFCയിൽ 4 സീസണിലേക്കാണ് ഈ പ്രാവശ്യത്തെ ട്രിപ്പ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാറുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൻ്റെ 360 ഡിഗ്രിയിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഡൗൺ ടൗൺ കാണാം, ഷെയ്ഖ് സായദ് റോഡ് കാണാം, ജബീൽ കാണാം, അതേമാതിരി തന്നെ സത്വ ഭാഗത്തുള്ള ബിൽഡിംഗ് കാണാം, ദുബായ് ഫ്രെയിം കാണാം. അങ്ങനെ വേണ്ടുള്ള ഒട്ടുമിക്ക എല്ലാ ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ വേണ്ടി പറ്റും. അതേമാതിരി തന്നെ എമിറേറ്റ്സ് ടവർ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള എല്ലാ കാഴ്ചകളും ഈ റോഡ് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ DIFCയിൽ 4 സീസണിൽ വന്നായിരുന്നു കേട്ടോ. അവിടെ പാസഞ്ചർ ഇറക്കി തിരിച്ച് നമ്മൾ 4 സീസണിന്റെ ഹോട്ടലിന്റെ ബാക്ക് സൈഡ് കൂടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. DIFCയിലുള്ള ഗേറ്റ് ആണ് കേട്ടത്. ഇതിന് ഒരുപാട് ഗേറ്റുകളുണ്ട്. ബാക്ക്
ബാക്കിലും ഫ്രണ്ടിലുമായിട്ട്. നമുക്ക് പോകേണ്ട വഴിയാണ് കേട്ടോ ഇത്. അപ്പം പോലീസ് കടത്തി വിടുമോ എന്നുള്ളത് അറിയില്ല, നോട്ടെ. താങ്ക് യു സർ. നമ്മളെ കടത്തി വിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതോരോ ഗേറ്റുകളാണ് കേട്ടോ, 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് 1 അവിടെ, 2 3 ബാക്ക് സൈഡിൽ. ഇത് ഫിനാൻഷ്യൽ സെന്റർ ആണ് കേട്ടോ. BIFC ഫിനാൻഷ്യൽ സെന്റർ ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒന്നാമത് പബ്ബ്, അതേമാതിരി തന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ ക്രൗഡ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് നിൽക്കുന്നത്. ചില സമയങ്ങളിൽ നല്ല ക്രൗഡ് ആയിരിക്കും കേട്ടോ. നമ്മൾ തിരിച്ച് നേരെ മുസ്തഖ്ബൽ സ്ട്രീറ്റ് തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. നമ്മൾ വന്ന സെയിം വഴിയാണ്. നമ്മുടെ ജബീലുള്ള വൺ ആൻഡ് ഓൺലി ഹോട്ടൽ ആൻഡ് റെസിഡൻസ് ആണ് നമ്മളെ മുന്നിൽ റെഡ് കളറായിട്ട് കാണുന്നത് കേട്ടോ. നമ്മളെ വണ്ടീൻ്റെ ഗ്ലാസ്സിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. വൈപ്പർ കംപ്ലൈൻ്റ് ആയതിൻ്റെ സ്ക്രാച്ച് ഗ്ലാസ്സിന് കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ക്ലാരിറ്റി കുറവ്. ഒന്നും ചെയ്യാനില്ല. ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കിയാൽ അറിയാം, ദീപാവലിന്റെ ഭാഗമായിട്ട് ഒരു ദീപം തെളിയുന്ന തരത്തിലുള്ള ഒരു ഇമേജ് അതിന്റെ മുകളിൽ വരും കേട്ടോ. ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ വരുമ്പോ കണ്ട കാഴ്ച അല്ല കേട്ടോ, പോകുമ്പോ ഈ റൂട്ടിൽ കൂടി പോകുമ്പോ കാണുന്നത്. ഇതിലൂടെ പോകുമ്പോ നമുക്ക് ദുബായ് ഫ്രെയിം കാണാം. അതേമാതിരി തന്നെ എന്താ പറയാ, ഹെൽത്ത് കെയർ സിറ്റിയിലുള്ള എന്താണ് സോഫിറ്റൽ ഹോട്ടൽ കാണാം. നേരെ ഒരു കൂർത്ത മുനമ്പുമായി നിൽക്കുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സോഫിറ്റൽ ഹോട്ടലാണ് കേട്ടോ. ഹെൽത്ത് കെയർ സിറ്റിയിലുള്ള, അതായത് നമ്മുടെ ഹയാത്ത് റീജൻസി, ഹയാത്ത് ഹോട്ടലിന്റെ ഒക്കെ അടുത്തുള്ള അതാണ് കേട്ടോ. അതേമാതിരി തന്നെ റാഫിൾസ് കാണാൻ വേണ്ടി പറ്റും. ഒരു പിരമിഡിന്റെ രൂപത്തിലുള്ള ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ടോന്ന് അറിയില്ല.
ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ സാധ്യത ഉണ്ട് കേട്ടോ. അത് ഈ റോട്ടിൽ ഒരുപാട് സ്ട്രിപ്പുകൾ ഉള്ളത് കൊണ്ട് ഫോൺ ഇങ്ങനെ ജെർക്കി കാണുന്നുണ്ട് ഗൈസ്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ റോഡ് ഇങ്ങനെ കേറി വരുമ്പോ ഒരു മുനമ്പത്ത് ഒരു ലൈറ്റ് തെളിഞ്ഞും കൊണ്ടുള്ള ഒരു ബിൽഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ടോ റൈറ്റ് സൈഡില്? അതാണ് റാഫിൾസ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി അടുത്തേക്ക് എത്തുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഒരു പിരമിഡിന്റെ രൂപമാണ്. അതിന്റെ പിരമിഡിന്റെ ഒക്കെ കളച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മാളാണ് കേട്ടോ അത്, വാഫി മാള്. അതിന് ചേർന്നുകൊണ്ട് തന്നെയാണ് റാഫിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടൽ കേട്ടോ. Guys, നമുക്ക് ഒരു ഡിപ്പാർച്ചർ എടുക്കാണ്ട് കേട്ടോ. അതായത് പുറത്തുനിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകാണ്ട് അതിന് പോയി കൂടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വഴി കയറാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതാകുമ്പോൾ സിഗ്നൽ ഒന്നുമില്ല, സ്ട്രെയിറ്റ് പോയാൽ മതി. ഇവിടെ നിന്ന് ഇനി നമുക്ക് പോർട്ട് റാഷിദ് സ്ട്രീറ്റിലേക്ക് കയറണം കേട്ടോ. നമുക്കിങ്ങനെ ഈ റോഡ് കയറി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിട്ടോ. ഈ ഹോട്ടലിൽ മുന്നേ പോയതായിരുന്നെങ്കിലും കൂടിയിട്ട് എവിടെയാണെന്നുള്ള ഒരു പിന്നെ നാവിഗേഷനൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന ഹോട്ടലാണെന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ഈ റൂട്ട് മാറ്റി പിടിക്കാൻ വിചാരിച്ചത് കേട്ടോ. നാവിഗേഷൻ എല്ലാ സമയത്തും നമുക്ക് കറക്റ്റ് റൂട്ടാണ് കാണിച്ചിരുന്നെങ്കിലും കൂടിയിട്ട് സിഗ്നൽ വഴിയൊക്കെ ഉള്ള റൂട്ടുകളാണ് കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മൾ റൂട്ട് മാറ്റി പിടിച്ചാണ്. നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജ് കയറുകയാണ് കേട്ടോ. നമ്മൾ നൈഫ്, അതായത് എയർപോർട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ബർദുബായ്, നൈഫ്, അതേമാതിരി തന്നെ നമ്മൾ ഈ മംസാറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. എവിടെയും ടച്ച് ചെയ്യാണ്ട് നമുക്ക് ഈ ബ്രിഡ്ജ് നേരെ കൊണ്ടെത്തിക്കുന്നത് മംസാർ റോഡിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ടേൺ ചെയ്തിട്ട് ഈ ഐലൻഡിലേക്ക് കയറേണ്ടത്. സാധാരണ നമ്മൾ ഹയാത്ത് റീജൻസിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റൈറ്റ് കയറി പോകണം കേട്ടോ. അതൊന്നും വേണ്ട, സ്ട്രെയിറ്റ് തന്നെ പോയാൽ മതി.
നമുക്ക് ഒരു തരത്തിലുള്ള തലവേദന ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അവിടേക്ക് എത്താൻ വേണ്ടി പറ്റുട്ടോ. നേരെ മറിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സിഗ്നലിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതേമാതിരി തന്നെ ട്രാഫിക്കും കൂടുതലാണ്. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ സ്പീഡ് കുറഞ്ഞു വരും. നമുക്കിവിടെ ഒരു ക്യാമറ ഉണ്ട്, അത് അടിക്കാതെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഐലൻഡിൽ കയറി. ഐലൻഡിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. നിലവിലിപ്പോ ഒരു 2-3 ഹോട്ടൽസ് ഉണ്ട്, കുറെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യമായിട്ട് ഇപ്പൊ ഈ 2 ഹോട്ടൽ തന്നെ ഇവിടെ കാണാനുള്ളൂ. ബാക്കിയുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് guys. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഒരു റെഡ് കളറിൽ കാണുന്ന ഫസ്റ്റ് ബിൽഡിംഗ് ആണ് റിയു. റൈറ്റ് സൈഡിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതാണ് നമ്മളെ ഹോട്ടല്. അങ്ങനെ പാസഞ്ചർ എടുത്ത് നമ്മൾ സെയിം റൂട്ട് കൂടി തന്നെയാണ് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിഗ്നലുകളൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന റോഡാണ് കേട്ടോ ഈ ഇൻഫിനിറ്റി റോഡ്. അതായത് നൈഫിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും ധേരെ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ തിരക്ക് ഇല്ലാതെ നേരെ എയർപോർട്ടിലേക്ക് പോകാൻ പറ്റുന്ന റോഡാട്ടോ. നമ്മളെ റൈറ്റ് സൈഡിൽ നമുക്ക് പോർട്ട് റാഷിദ് കാണാം. അതേപോലെ തന്നെ ക്യൂൻസ് എലിസബത്തിൻ്റെ ഷിപ്പ് കാണാം. നമ്മൾ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്ത ആൾക്കാരെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഗൈസ്, നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ട ഉടനെ തന്നെ നമ്മളെ ജോലി ൻ്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വെച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. നിങ്ങളെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഷെയറും നിങ്ങളെ വിലയേറിയ കമൻറ്റും ഇട്ട് രേഖപ്പെടുത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഗുഡ് നൈറ്റ്.